ഹായ്, എൻ്റെ പേര് യാസ്. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വേങ്ങരയാണ് വരുന്നത്. ഞാൻ ലെക്സോണുമായിട്ട് നമുക്ക് ബന്ധം തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഞാൻ മുമ്പ് ഹാലർ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡീസൽ ഓട്ടോമാറ്റിക്, അതിന്റെ സർവീസുമായിട്ട് ലെക്സോണുമായി കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പൊ അടുത്ത് അവരുടെ കർവ് TV ലോഞ്ച് ചെയ്തപ്പോൾ അതിലേക്ക് ഫസ്റ്റ് ബുക്കിംഗ് വരികയും അത് ഡെലിവറി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 മാസം കൊണ്ട് 8000 കിലോമീറ്റർ കവർ ചെയ്തു. യൂസർ റിവ്യൂ പറയുകയാണെങ്കിൽ നല്ലൊരു അഭിപ്രായമാണ് വണ്ടിയുള്ളത്. ഒന്ന് പറയുന്നത് ഏകദേശം 450 അറൗണ്ട് എനിക്ക് വീണ്ടും എല്ലാ ഡ്രൈവിംഗ് കണ്ടീഷനിലും റേഞ്ച് കിട്ടുന്നുണ്ട്. 450 വീട്ടിൽ സോളാർ ഉള്ളത് തന്നെ 0 കോസ്റ്റിലാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചെടുക്കുന്നത്. മാത്രമല്ല ടാറ്റയുടെ ഫെസ്റ്റിവൽ സീസൺ വന്നിട്ട് ഫ്രീ ആണ്, ടാറ്റയുടെ ചാർജർ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഞാൻ വണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുവരെ പോയ എല്ലാ 8000 കിലോമീറ്റർ ഓടിയും ഒരുവിധമെല്ലാം എനിക്ക് തോന്നുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന കാര്യത്തിന് മാത്രം ഒരു ഏകദേശം 2000-3000 അടുത്ത് എനിക്കിപ്പം ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുണ്ടാവും ഈ 8000 കിലോമീറ്റർ ഓടിയും. പിന്നെ ലെക്സോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു സർവീസാണ് അറിയുന്നത്. ഞാൻ മലപ്പുറം മുണ്ടുപറമ്പുള്ള ലെക്സോണാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ എല്ലാ സർവീസുകളും മറ്റ് കൺസേൺസൊക്കെ അറിയിക്കുന്നുണ്ട്. വണ്ടിയുടെ പിന്നെ യൂസർ റിവ്യൂ പറയുമ്പോൾ ഒന്നുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് വണ്ടി പുതിയ ഇറക്കിയതിനുള്ള ഒരു ഇഷ്യൂസ് സർവീസിൽ വരുന്ന സമയത്ത് ഞാൻ പറയാറുണ്ടാവുന്നത് സെൻസറിന്റെ ഇഷ്യൂസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. കുറച്ച് ലാഗാണ്, വേറെ കാര്യപ്പെട്ട റണ്ണിങ് പ്രശ്നമൊന്നുമില്ല. സെൻസർ കുറച്ച് ലാഗാണ് ഇഷ്യൂസ്. അതായത് ക്ലിയറി വരാൻ റൊട്ടേഷൻ വരുന്നുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചെയ്യാനുള്ളത്. പിന്നെ ലെക്സോണിൽ വരുമ്പോൾ ഞാൻ സെയിൽസ് അഡ്വൈസർ വണ്ടി സെയിലിന് ശേഷവും നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. വീക്കിലി വിൽക്കും, വണ്ടിയുടെ അപ്ഡേഷൻ അറിയിക്കും, പുതിയ വണ്ടിന്റെ ലോഞ്ചിങ് ആവശ്യം നിൽക്കാറുണ്ട്. അതുപോലെ ഷെമിയർ നല്ല എന്താവശ്യം ഏത് സമയത്തും വണ്ടിയുടെ ഇഷ്യൂ കണ്ടു വിളിച്ചു കഴിഞ്ഞാൽ നല്ല പിന്നെ ഭംഗിയായിട്ട് ഡീൽ ചെയ്യും. അതിന് വേണ്ടത് പിന്നെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഉടനെ അതിനുള്ള മറുപടി തരുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ്. ലെക്സോണുമായിട്ടുള്ള ബന്ധവും ടാറ്റ കർവറിന്റെ വണ്ടിയുമായിട്ടുള്ള അത് പറയാനും അടിപൊളിയാണ്. താങ്ക് യു. പിന്നെ ഞാനിപ്പോൾ നിലവിൽ 2-3 ലോങ് ട്രിപ്പാണ് പോയത്. ഒന്ന് ഊട്ടി വിത്ത് ഫാമിലിയാണ്. ഏകദേശം 100% വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 30% ആയിട്ടേക്ക് ഞാൻ മസ്ലിംകുടി വഴി ഊട്ടി പിൻപെന്റ് കയറിയിട്ട് വരെ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഊട്ടിയിൽ 1 ഡേ സ്റ്റേ ചെയ്ത് അവിടുന്ന് ടാറ്റയുടെ എക്സികോം ചാർജർ ഉപയോഗിച്ച് ഫുൾ ചാർജ് ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ എനിക്ക് ഏകദേശം 70% ചാർജ് ബാക്കിയാണ്. അതായത് നമ്മൾ പിന്നെ ചുരം കടക്കുന്ന സമയത്ത് റീസൺ ഉപയോഗിച്ചിട്ട് നല്ല ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ചാർജിന്റെ കാര്യം. പിന്നെ 2 പ്രാവശ്യം മംഗലാപുരം, ഒരു പ്രാവശ്യം മംഗലാപുരം, ഒരു പ്രാവശ്യം ഉടുപ്പിയിൽ പോയി. 2 പ്രാവശ്യം 2 പോക്കിലും ഒരു പ്രാവശ്യം ഫാസ്റ്റാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ വീട്ടിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹൈവേസിലൊക്കെ നല്ല റേഞ്ചാണ്. നമ്മളൊരു 80-85 കിലോമീറ്റർ സ്റ്റേബിളായിട്ട് എക്കണോമിക് ഡ്രൈവിംഗ് മോഡിൽ തന്നെ ലെവൽ 2 റീജിയൻ വെച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം നല്ല 430-450 റേഞ്ച് കിട്ടുന്നുണ്ട് ആ ഡ്രൈവിംഗ് കണ്ടീഷനിൽ. പിന്നെ റേഞ്ച് ഡ്രോപ്പ് വന്നത് ഈ പിൻപെൻഡുകൾ കയറുന്ന സമയത്താണ്. പക്ഷെ നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ റീജിയനിൽ എടുക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതിലുള്ളത്. ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെയാണ്. ടാറ്റ കമ്പനി പറഞ്ഞ പോലെ തന്നെ 420 അബോ റേഞ്ച് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നതാണ്. ഹാരിയർ ഉപയോഗിക്കുന്ന സമയത്തേ ഉള്ളൊരു പിന്നെ ഡ്രീമാണ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്. ഹാരിയറിലുള്ള ഫ്യൂൽ എഫിഷ്യൻസിയും സർവീസ് കോസ്റ്റ് ഒക്കെ ആലോചിച്ചിട്ട് ഡ്രോപ്പ് ചെയ്തായിരുന്നു. പക്ഷേ അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ തോന്നിയിട്ട് അതുകൊണ്ട് സാധിക്കാവുന്ന ഒരു ഡ്രീമാണ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്. മിക്കവാറും ഒരു 2-3 മന്ത്സിൽ പ്ലാൻ ചെയ്യണമെന്നുണ്ട്. വിത്ത് ഫ്രണ്ട്സാണ്. അപ്പോൾ എന്തായാലും അത് ഓക്കെ ആവുമെന്ന പ്രതീക്ഷയിലാണ്. പിന്നെ സർവീസ് സെന്റർ ലെക്സോൺ വന്നപ്പോൾ അവരോട് സംസാരിച്ചു ട്രിപ്പ് പ്ലാൻ. അവർ പറഞ്ഞത് അവരുടെ ഭാഗത്തിന് എല്ലാവിധ പിന്നെ സപ്പോർട്ട് ഉണ്ടാവും. അവരെല്ലാ ഗവൺമെന്റ് മാനേജറിനോടും റീജിയണൽ മാനേജറും നമ്മൾ പോകുന്ന സമയത്ത് സംസാരിച്ചിട്ട് ചാർജിങ്ങിനും അക്കോമഡേഷനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടാണൊരു ഉറപ്പുകൂടെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ലെക്സോണും ടാറ്റയ്ക്കും ഒരു ഹ്യൂജ് താങ്ക്സ് അറിയിക്കുന്നു.